അറിയോ? എന്തുണ്ട് വിശേഷം? കരോള, അടുക്കളയിലേക്ക് സ്വാഗതം. ആസാമിലെവിടെയാ? ആസാം ഗുവാഹട്ടി ഡിസ്ട്രിക്ട്. ഗുവാഹട്ടി. ഞാൻ കുറെ പ്രാവശ്യം വന്നിട്ടുണ്ട്. എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്. പക്ഷേ കരോളയെ പൊട്ട് കൊടുപ്പിക്കുകയാണ് കേട്ടോ. ഹബീബി, അങ്ങനെ ഞാൻ കേരളത്തിൽ എത്തിയിട്ടുണ്ട്. കേരളത്തിൽ എത്തുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. ട്രെയിനിലുള്ള വീഡിയോ, ഞാൻ ഇറങ്ങുന്ന വീഡിയോ ഒന്നും എടുത്തില്ല. കാരണം ഫുൾ ആൾക്കാരായിരുന്നു. ഞാൻ മാസ്ക് ഒക്കെ വെച്ചോണ്ട് എനിക്ക് വയ്യായിരുന്നു. അങ്ങനെ ഞാൻ അവസാനം കൊച്ചിയിൽ ഇറങ്ങിയിട്ട് ഒരു ചെറിയൊരു മീറ്റപ്പിനൊക്കെ വന്നതാണ്. കുറച്ച് യാത്രാ കമ്മ്യൂണിറ്റിയുടെ കൗസഫിന്റെ ഒക്കെ ഭാഗമായിട്ട്. അപ്പൊ എന്റെ കൂടെ അനസ് ബ്രോ ഉണ്ട്. അനസ് ബ്രോ, ഹായ്. ഹായ്. അപ്പൊ ഞാന് പുതിയൊരാളെ വിളിക്കാൻ വേണ്ടി പോവുകയാണ്. പുതിയ ഒരാൾ ആരാണെന്ന് പറയുമ്പോൾ പുതിയൊരാളല്ല, നിങ്ങൾക്ക് എത്രയും പ്രിയപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് ഇപ്പൊ കുറച്ച് നാളായിട്ട്. അപ്പൊ ഞാൻ അതാരായിരിക്കും നോക്കണ്ടേ? ഓ സോറി, നിങ്ങൾ തംബ്നെയിൽ കണ്ടല്ലോ, ഞാൻ എത്ര പൊട്ടനായല്ലോ. അപ്പൊ നിങ്ങൾ തംബ്നെയിൽ കണ്ടില്ലേ? കരോളയെ വിളിക്കാൻ വേണ്ടി ഞാൻ എയർപോർട്ടിലോട്ട് പോവാണ്. കരോള ആക്ച്വലി ഇതിന്റെ ഇടയിൽ ഞാനും കരോളയും പിരിഞ്ഞെന്ന് പറയുമ്പോൾ യൂറോപ്പിൽ വെച്ചിട്ടാണ്, ഓസ്ട്രേലിയ വെച്ചിട്ട്. കരോള ഇസ്രായേലിലോട്ട് പോയി, ഇസ്രായേലിൽ നിന്ന് പലസ്തീനിൽ പോയി, പലസ്തീനിൽ നിന്ന് ജോർദാനിൽ നിന്ന് സൗദിയിൽ നിന്ന് കരോള ഏറ്റവും ചീപ്പ് അവിടെ നിന്നായതുകൊണ്ട് പിന്നെ സൗദിയിൽ ഒരാഴ്ച കറങ്ങി, സൗദിയിൽ നിന്ന് ഇപ്പൊ കൊച്ചിയിലോട്ട് ഞാൻ വരുന്ന കറക്റ്റ് സമയം നോക്കി ഫ്ലൈ ചെയ്ത് വന്നു. അപ്പൊ ഞാൻ ഇനി കരോളയും പിക്ക് ചെയ്തുകൊണ്ട് വീട്ടിൽ പോയിട്ട് വീട്ടിൽ ഇനി സർപ്രൈസ് കൊടുക്കണം. അതൊക്കെയാണ് പരിപാടി. കരോള എന്തുകൊണ്ട് ട്രാവൽ ചെയ്യുന്നതെന്ന് പല ആൾക്കാരും ചോദിക്കും. കരോളയുടെ സമ്മർ വെക്കേഷൻ ആണ്, അതുകൊണ്ടാണ് കരോളയ്ക്ക് ഇങ്ങനെ നമ്മൾ ഓസ്ട്രേലിയ പോയപ്പോഴും കറങ്ങാൻ പറ്റിയത്. ഇപ്പോഴും കറങ്ങാനുള്ള 2 മാസമുണ്ട്. അതിന്റെ ഇടയിലാണ് കേരളം കാണാൻ വീണ്ടും കരോള വരുന്നത്. അപ്പൊ കരോള പോയി പിക്ക് ചെയ്യട്ടെ. നമ്മളങ്ങനെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട്, നമ്മൾ ടെർമിനൽ 3 വന്നിട്ടുണ്ട്. കരോളയെ വിളിക്കാൻ വേണ്ടി നമ്മൾ വന്നതാണ്. കരോള ദമാമിന്ന് ഇവിടെ വരാനുള്ള കാരണം എന്തെന്നോ, ദമാമിന്നാണ് വന്നത്. വെറും 60 റിയാലിനാണ് കേട്ടോ ടിക്കറ്റ് കിട്ടിയത്. 60 റിയാൽ എന്ന് പറയുമ്പോൾ എത്ര? 1200 രൂപ, 1500, 1350 രൂപയ്ക്കാണ് കരോള ഇവിടെ. സോറി, 60 റിയാലല്ല, 60 യൂറോ. സോറി, 60 യൂറോ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊരു 5500 രൂപ. 5500 രൂപയ്ക്കാണ് ടിക്കറ്റ് കിട്ടിയത്. Welcome to Kerala. Hi. Hi. Thank you, but now I'm going to. അങ്ങനെ കറള്. Because everybody who gets hotspot was like leaving all the time. കറള ഇവിടെ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരുന്നപ്പോ ഞാൻ വന്ന് പിക്ക് ചെയ്തു. വെൽക്കം ടു കേരള. He gave me the food. He gave you what? Yeah, he gave me like a vegetable burger and chai. അങ്ങനെ തിരുവനന്തപുരത്തോട്ടുള്ള ട്രെയിൻ എടുത്ത് ഇനി തിരുവനന്തപുരത്തോട്ട് പോവാണ്. ഇതിൻ്റെ ഇടയിൽ കുറേ പരിപാടി ഉണ്ടായിരുന്നു. ഒന്നും വീഡിയോ ഒന്നും ചിത്രീകരിക്കാൻ കഴിഞ്ഞില്ല. ഈ കാണുന്ന ട്രെയിനാണ്. ടിക്കറ്റ് പോലും എടുക്കാനുള്ള സമയം കിട്ടിയില്ല. ഓടിപ്പിടിച്ചൊരു ടാക്സി എടുത്ത് വന്നതാണ്. അങ്ങനെ അവസാനം തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ടിക്കറ്റൊന്നും എടുത്തില്ല. അതുകൊണ്ട് TT വന്നു. ഒരാൾക്ക് 450 രൂപ വെച്ച് ഫൈൻ ഉൾപ്പെടെ 250 രൂപ ഫൈനും 180 രൂപ ടിക്കറ്റ് പ്രൈസും കൂടെ അടുപ്പിച്ച് 450 രൂപ അടുപ്പിച്ചാണ് എനിക്കായത്. നല്ല ടയേർഡാണ്. എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ. എനിക്ക് നേരെ നിൽക്കാൻ വയ്യ. കേരള ഇസേ വെൽക്കം ടു തിരുവനന്തപുരം. Welcome to Thiruvananthapuram. What do you wanna say? How are you feeling? How much happy you are? Like because you are back in my city. Tell me. Huh? I don't know. I'm not in the mood to invent like some kind of poem about Thiruvananthapuram right now. Yeah, I didn't ask you to sing a poem. What did you expect? ഹബീബി, അങ്ങനെ നമ്മളെ ബസ് കയറി. വേണ്ട നമ്മളങ്ങനെ തിരുവനന്തപുരം നമ്മളെ ബസ് സ്റ്റാൻഡിലോട്ട് വന്നിട്ടുണ്ട്. ബസ് കയറി ഞാൻ നെടുമങ്ങാടോട്ട് പോവാണ്. ഞങ്ങളങ്ങനെ വെളുപ്പാകാലത്ത് വീട്ടിലോട്ട് നടന്നു പോവാണ്. കറള് ഇവിടെ ഉണ്ട്. കറളെ
Are you excited to meet my mom? Super excited. Super excited? Yes. How much super excited? 10. 10. നമ്മുടെ ഏരിയയിലൊക്കെ ഈ ആളുകൾ വന്ന് വേസ്റ്റ് ഇട്ടിട്ട് എന്ത് അവസ്ഥയല്ലേ. നോക്കിക്കേ, അവിടെ റോഡിൻ്റെ നടുക്ക് ഫുള്ള് മുട്ടയും കുട്ടയൊക്കെ ഇട്ടിട്ട് പട്ടികൾ തന്നെ വന്നിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫുള്ള് ഇതാണ് കേട്ടോ. കരോള കാണുമ്പോൾ കരോളയുടെ അവസ്ഥ എന്തായിരിക്കും? യൂറോപ്പിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെയുള്ള ഒരു സംഭവം കരോള യൂറോപ്പിൽ കണ്ടിട്ടില്ല. ഞാൻ യൂറോപ്പിൽ കണ്ടിട്ടില്ല. ബട്ട് ഇവിടുത്തെ അതിൻ്റെ ഓപ്പോസിറ്റാണ്. അങ്ങനെ കുളിച്ച് റെഡിയായി വീട്ടിൽ ഉമ്മയെ സർപ്രൈസ് ചെയ്യാൻ വന്നപ്പം ഉമ്മ ഇല്ല. അതാണ് പറ്റിയ വേറൊരു അബദ്ധം. ഉമ്മയും പാപ്പായും ഒക്കെ വേറൊരു സ്ഥലത്താണ്, അതായത് അവരുടെ പാപ്പയുടെ കുടുംബ വീട്ടിലാണ് കേട്ടോ. പാപ്പയുടെ സഹോദരിയുടെ വീട്ടിലാണ്. അപ്പോൾ ഞാനിപ്പം വേറെ നിങ്ങൾക്ക് MLA അറിയാമോ? MLA എന്ന് പറയുന്ന ഒരു കഥാപാത്രം. അപ്പം MLA എൻ്റെ വേറൊരു ഫ്രണ്ടിനെയൊക്കെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ പോവാണ്. ഞാൻ പോട്ടെ. ഞാൻ തന്നെ ആദ്യം തന്നെ MLA സർപ്രൈസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അറിയോ? അറിയോ? പറഞ്ഞില്ലല്ലോ. അതിനിപ്പോ വരിയാതെ വിളിച്ചിട്ട് അവിടെ ഇങ്ങനല്ലേ പറഞ്ഞ വരികയാണല്ലേ. അപ്പൊ ഇനി എല്ലാം പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? സർപ്രൈസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പോഴും വിശ്വസിക്കാൻ വയ്യ. ഇപ്പോഴും വിശ്വസിക്കാൻ വയ്യ. ഞാൻ എത്ര നേരം നീ കണ്ടല്ലേ ഇതിന്റെ മോത്തോട്ടിരുന്നു. സർപ്രൈസ് നെട്ടിയാട്ടോ. ഇനിയും കുറച്ച് നേരം സർപ്രൈസ് ചെയ്യാനുണ്ട്. ക്ഷമ സർപ്രൈസ് കഴിഞ്ഞിട്ട് അവൻ്റെ വർക്ക്ഷോപ്പിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. സർപ്രൈസ് എങ്ങനെ ഉണ്ടായിരുന്നടാ? മാമായ ഉടുപ്പില്ലാതെ ഞാൻ സർപ്രൈസ് ആക്കിയല്ലേ. ഇനി ഞാൻ ഭക്ഷണം വാങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. ഭക്ഷണം കരോളയ്ക്ക് വല്ല വാങ്ങിച്ചു കൊടുക്കണം. അപ്പോൾ വീട്ടിൽ കിടന്ന് ഉറങ്ങുവാണ്. വീട്ടിൽ ഒന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. ഞാനിപ്പോൾ ഒരു സ്ഥലത്തോട്ട് പോവാണ് കേട്ടോ. തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തിലോട്ട് പോവാണ്. ഞാൻ എൻ്റെ മുണ്ടൊക്കെ കൊടുത്തു, റെഡിയായിട്ട് കുട്ടപ്പനായിട്ടുണ്ട്. സെയിം കര കിട്ടിയില്ല കേട്ടോ. തൽക്കാലം മുണ്ടൊക്കെ കൊടുത്തു. മുടി ഞാനിങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ്. മുടി ഇങ്ങനെ ശല്യം കേട്ടോ. ഇവിടെ കരളുണ്ട്. കരളും ചുരിദാറും ഇതൊക്കെ ഇട്ടിട്ട്, ചുരിദാറും വെള്ള ഉടുപ്പൊക്കെ ഇട്ട് എൻ്റെ കൂടെ കൊല്ലത്ത് പോവാണ്. കൊല്ലത്ത് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ കാണാൻ വേണ്ടി പോവാണ്. പുള്ളിക്കാരൻ എൻ്റെ സബ്സ്ക്രൈബറായിരുന്നു. എന്നെ ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യക്തിയായിരുന്നു. എൻ്റെ കൂടെ ആരാധന മൂത്ത് പിന്നെ നമ്മൾ പരിചയപ്പെട്ടു. പുള്ളിക്കാരൻ ഭയങ്കര ഒരു രസമാണ്. എന്നെ എന്താ പറയുക, ആരാധനയെന്നല്ല, എന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ ഒരു പിതാവിനെ പോലെ തന്നെ എന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അങ്ങനെ പുള്ളിക്കാരൻ്റെ കൂടെ ഞാൻ അബുദാബിയിലൊക്കെ പോയി സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പുള്ളിക്കാരൻ നാട്ടിലുണ്ട്. പുള്ളിക്കാരൻ നാളെ അബുദാബിയിലോട്ട് പോവാണ്. പുള്ളിക്കാരനെ പോയി സർപ്രൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ പോവുകയാണ് കൊല്ലത്തിലോട്ട്. അപ്പോൾ ഞാൻ പോട്ടെ. വണ്ടി ഓടിച്ച് നമ്മുടെ ആറ്റിങ്ങൽ കഴിഞ്ഞു. ഇവിടെ ഒരു സെയിൽ കണ്ടപ്പോൾ കരോളയ്ക്ക് ചപ്പൽ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയാണ്. പക്ഷെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അതോ യു വാണ്ട് ദീസ് ടൈപ്സ്? അങ്ങനെ നമ്മൾ പാരിപ്പള്ളി രാജകുമാരി വന്നിട്ട് പുള്ളിക്കാരൻ്റെ ഒരു ഷർട്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഷർട്ട് ഞാൻ ലാസ്റ്റ് താങ്ങി തോക്കി, ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഡിഡ് യു ലൈക്ക് ദ ഷർട്ട്? കരോളയാണ് കേട്ടോ ആക്ച്വലി ചൂസ് ചെയ്തത്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് അങ്ങ് വാങ്ങിച്ചു. പിന്നെ വേറൊന്നും നോക്കിയില്ല. പയ്യെ സൈസൊക്കെ എങ്ങനെയെങ്കിലും വിളിച്ചറിഞ്ഞു. അപ്പോൾ നല്ല വെയിൽ കേട്ടോ. പുറത്തിറങ്ങിയപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. ഇറ്റ്സ് സോ ഹോട്ട്. ഇറ്റ്സ് സെയിം ലൈക്ക് ഗ്രാസ് നൗ. പൊടിയും ഇവിടെ എന്തോ പാലം എന്തോ പണിയുന്നതിൻ്റെ പൊടിയും സംഭവങ്ങളൊക്കെയാണ് ഫുള്ള്. നമ്മൾ ഇനി വന്നിരിക്കുന്നത് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാനാണ്. ഫ്രൂട്ട്സ് കൂടെ വാങ്ങിച്ചിട്ട് പുള്ളിക്കാരൻ്റെ വീട്ടിൽ പോകാനുള്ള പ്ലാനാണ്. കരോള ഇസ് ഇറ്റ് ഹാർഡ്? സൗദിയിൽ പോയിട്ട് അറബിയൊക്കെ പഠിച്ചിട്ട് കേട്ടോ. അന്ത ഹബീബി അന്ത അറബി മാലും. നമ്മളൊരു പുറത്തിച്ചക്കകളെ വാങ്ങാൻ വേണ്ടി വന്നതാണ്. പുറത്തിച്ചക്ക എന്ന് പറയുമ്പോൾ ഏതച്ചക്ക? ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ. നാടൻ ഡ്രാഗൺ ഫ്രൂട്ട് എന്നാണ് അവർ പറഞ്ഞത്. ഇവിടെ നിന്നാണ്. കരോള ബോറടിച്ച് ഇവിടെ അവശയായിട്ടിരിക്കുവാണ് കേട്ടോ. നമ്മൾ സർപ്രൈസ് ചെയ്തുകൊണ്ട് ഇവിടെ നമ്മൾ ഉച്ചഭക്ഷണമൊക്കെ അവിടെ നിന്ന് കഴിക്കാൻ വേണ്ടി ഒന്ന് വിചാരിച്ചതാണ്. എനിക്കത് ഇവിടെ 2-2:30 മണിയായി. അവർ ഓൾറെഡി ഭക്ഷണമൊക്കെ കഴിച്ചു എന്ന് തോന്നുന്നു. Turn right onto Kunai Al Sayabji Road.
നമ്മൾ ഏതൊക്കെ ഗൂഗിൾ മാപ്പൊക്കെ In 800 meters, turn left to stay on Kunail. ഗൂഗിൾ മാപ്പ് ചതിക്കാതിരുന്നാൽ മതി. ഏതൊക്കെ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് പോകുന്നത് എല്ലാവർക്കറിയാം. ഓക്കെ, ഏതോ മുടുക്ക് കയറി ഹമ്പുകളുടെ മേളമാണ്. മണിക്കൂർ 2 ഇവിടെ ആശാത്തി തളർന്നിരിക്കുകയാണ് കേട്ടോ. ബോസ് 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 കൂസ്. അമ്മ എല്ലാവരും ഉറങ്ങുന്നു. ചേർത്ത് പിടിക്കുന്നതിന്റെ ആവശ്യകത മുൻനിർത്തിക്കൊണ്ട് അവിടെ വിദ്യാർത്ഥികളോട് സംവദിക്കാൻ പോകുന്നു, അവിടെയുള്ള മനുഷ്യരോട് സംവദിക്കാൻ പോകുന്നു. ഇത് കേരള ഇതേരാണ് അറിയോ? സുഖം, ഇവിടെ ഉണ്ട്. എന്തുണ്ട് വിശേഷം? നമ്മൾ ഇതിൻ്റെ ഇടയിൽ ബിരിയാണിയൊക്കെ കഴിച്ചു. കരോളയെ പൊട്ട് കൊടുപ്പിക്കുകയാണ് കേട്ടോ. ആ കരോള സുന്ദരിയായല്ലോ. അടിപൊളി കേട്ടോ. കരോള വാവ്. My third eye. കേട്ടോ. ഞാനങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഞാനൊരു 2 മണിക്കൂറത്തേക്ക് വന്നതാണ് കേട്ടോ. എന്നെ ഇന്ന് ഇവിടെ നിന്ന് വിടുന്ന കോളില്ലാന്ന് തോന്നുന്നു. എൻ്റെ അച്ഛൻ എന്നെ വിടൂലേ? നീ ഒരു ഹായ് പറ, വീഡിയോയിൽ ഹായ് പറ. ഇതാണ് കേട്ടോ, ഇതാണ് നമ്മുടെ പുള്ളിയുടെ മോൻ. ഇതാണ് പറയ്, പരിചയപ്പെടുത്ത് വീഡിയോയിൽ പരിചയപ്പെടുത്ത്. പുള്ളിക്കാരനെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അറിയായിരിക്കും. നമ്മൾ പണ്ട് നമ്മുടെ അബുദാബി വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടാണ്. നമ്മൾ കുറേ നാൾ പരിചയമുണ്ട് കേട്ടോ. നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ബന്ധത്തിൽ നിന്ന് തുടങ്ങി കുടുംബ ബന്ധം പോലെ ഇപ്പം നിൽക്കുവാണ്. എൻ്റെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്. നാളെ പുള്ളി തിരിച്ച് അബുദാബി പോവാണ്. എന്നിട്ട് എൻ്റെ വീട്ടിൽ ഡിന്നർ കഴിക്കാൻ വേണ്ടി വിളിച്ചിട്ട് വരുന്നില്ല കേട്ടോ. അങ്ങനെ വരാത്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് സർപ്രൈസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇന്ന് എന്നെ പോകാൻ അനുവദിക്കില്ല ഇവിടെ നിന്ന്. ഇന്നില്ല, നാളെ ഉള്ളൂ. അതെന്താ? കിട്ടിയ ചാൻസ് അല്ലേ. ഞാൻ 2 മണിക്കൂർ വന്നതാണ്. എന്തായാലും ഞാൻ രാത്രി മിക്കാറും പോകും കേട്ടോ. എന്നെ വിടുന്നില്ല എന്ന് പറഞ്ഞ് ഇരിക്കുവാണ് കേട്ടോ. നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയതാണ്. നമ്മൾ പുള്ളിയുടെ മോളെ വിളിക്കാൻ വേണ്ടി വന്നതാണ്. ഇതാണ് കേട്ടോ നമ്മുടെ പുറ്റിങ്ങൽ ക്ഷേത്രം. നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. നമ്മുടെ കൊല്ലത്തിൻ്റെ പണ്ടൊരു 10 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന നമ്മുടെ വെടിക്കെട്ട് അപകടം, ആ ഒരു ക്ഷേത്രമാണ് കേട്ടോ നമ്മുടെ മുന്നിൽ കാണുന്നത്. നല്ല വെയിൽ. പുള്ളിക്കാരൻ നല്ല ഇതാണ് കേട്ടോ. നമ്മൾ ഭയങ്കര ബന്ധമാണ്. നമ്മൾ ആക്ച്വലി ഒരു സബ്സ്ക്രൈബറിൽ നിന്ന് തുടങ്ങിയതാണ്. പിന്നീട് ഞാൻ ഇവരുടെ കുറച്ച് ടീമൊക്കെ ഉണ്ട് അബുദാബിയിൽ. അവരൊക്കെ എന്നെ അന്ന് കറക്കിയും കുറേയൊക്കെ കാണിച്ചു. അങ്ങനെ ഞാൻ പിന്നെ പുള്ളിക്കാരനെ ആ ഒരു രീതിയിൽ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. പുള്ളിക്കാരനെ ഞാൻ ഒരു വിധത്തിൽ വിളിച്ചിട്ടും വീട്ടിൽ വന്ന് ഡിന്നർ കഴിച്ചിട്ട് നാളെ ഫ്ലൈറ്റ് കയറി അബുദാബി പോകാമെന്ന് പറഞ്ഞാൽ ഞാനില്ലാതെ വരില്ലാന്ന്. അങ്ങനെ ഞാൻ പുള്ളിക്കാരനെ തപ്പിപ്പിടിച്ച് പുള്ളിക്കാരൻ്റെ വീട്ടിലെത്തി. അവർ ക്രിക്കറ്റൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആളുകൾ. നമ്മൾ പയ്യെ കാറിൽ പോയിട്ട് പിന്തുടരുകയാണ്, ഗാഥയെ പിന്തുടരുകയാണ്. എൻ്റെ അടുത്ത് പറയില്ലേ പയ്യെ നടന്ന് ഗാഥയുടെ അടുത്ത് പോയിട്ട് സംസാരിക്കാൻ. ഞാൻ പറഞ്ഞു പൂവാലെന്നും പറഞ്ഞ ആരെങ്കിലും എന്നെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടാ ഇവിടെ പോവാണ് കേട്ടോ. ഹലോ, അറിയോ? എന്തുണ്ട് വിശേഷം? നാണോ? എന്തിന് നാണം? ഗാഥയ്ക്ക് നാണം കേട്ടോ. 10ാം ക്ലാസ് ആയില്ലേ? നാളെ വീഡിയോയിൽ വരും. ഹായ്, ഗാഥയുടെ സുഹൃത്തുക്കളാണ് കേട്ടോ. ഹലോ. ഗാഥ ഇപ്പോഴും ഞെട്ടിയിരിക്കുകയാണ് കേട്ടോ. അവിടെ വേറൊരാൾ ഞെട്ടിയത് നിങ്ങൾ വീഡിയോയിലൊന്നും കണ്ടില്ല. അരമണിക്കൂർ ഞെട്ടിയല്ലേ? അരമണിക്കൂർ ഇങ്ങനെ ഞെട്ടിയിരിക്കുകയായിരുന്നു കേട്ടോ. വീഡിയോ ഒരു പ്രതീക്ഷയില്ലല്ലോ. ഉറക്കത്തിലായിരുന്നു ഞാൻ വന്നത്. എന്നിട്ട് പുള്ളിക്കാരനൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ഇങ്ങനെ ഇവിടെ എത്തി, മനസ്സിലായില്ല. ഞാൻ ഇങ്ങനെ ഇവിടെ എത്തി എന്നാണ് വിചാരിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. കരോള ഇത്രയും നേരം കിടന്നുറക്കമായിരുന്നു. ബിക്കോസ് ഓഫ് കരോള വി കുഡ്ന്റ് സീ സൺസെറ്റ്.
നമ്മളങ്ങനെ ബീച്ചിൽ വന്നതാണ്. ബീച്ച് നല്ല രസമുണ്ടല്ലോ. ഇതേത് ബീച്ചാ? പൊഴിക്കരയിലോട്ട് നമ്മൾ വന്നതാണ്. ആ സൺസെറ്റ് കാണാൻ വേണ്ടി വന്നതാണ്. സണ്ണൊക്കെ ഓൾറെഡി കടലിൽ മുങ്ങിയിട്ടുണ്ട്. ഓ, സണ്ണിന്റെ ഒരു ഭാഗവും കാണാൻ കഴിയുന്നില്ല. സണ്ണ് കടലിൽ പോയി. സൺ സൂയിസൈഡ്. അപ്പുറത്ത് നമ്മുടെ ഫ്രഷ് മീൻ വിൽക്കുന്ന ചേച്ചിയാണ് കേട്ടോ. ഇവിടെ വഴിയരികില് ആൾക്കാർ മീൻ വിറ്റോണ്ട് കിടക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഫുള്ള് മീങ്ങച്ചോടമാണല്ലോ, ലൈവ് മീങ്ങച്ചോടമാണ്. താണ്ട ചാള, കൊഴിയാള, നത്തോലി, കണവ എല്ലാം ഉണ്ടല്ലേ? ആ, മാമ എന്ത് വാങ്ങിച്ചത്? മാമ ഏത് മീൻ വാങ്ങിച്ചത്? കൊഴിയാള. കൊള്ളാമോ? ഓക്കെ. നമ്മുടെ പൊഴിക്കഴയിൽ വന്നിട്ടുണ്ട്. കരോളിനെയും കൊണ്ട് വന്നപ്പം സൂര്യനെ ഓടി. ഇവിടെ പൊഴിക്കരയിലെ ദൃശ്യമാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ കുറേ ആൾക്കാർ ഇതാണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ടാണ് ധാരാളം ആളുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഞാൻ മുമ്പ് ഇവിടെ കാപ്പിലൊക്കെ വന്ന് ടെൻ്റ് അടിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് വർക്കലയൊക്കെ 10-12 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഇവിടെ ഗാഥയുടെ അശ്വിനും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ എനിക്ക് എൻ്റെ സ്വന്തം വീട്ടിൽ പോകാത്ത അവസ്ഥയിലായി. ബീച്ചിൽ നിന്നൊക്കെ തിരിച്ചു വന്നത് കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി അതുകൊണ്ട് ഇവിടെ സീരിയലും കണ്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നെ വീട്ടിൽ വിടൂലേ അല്ലേ? എന്റെ സ്വന്തം വീട്ടിൽ എനിക്ക് പോകാൻ അനുവാദം ഇല്ല അല്ലേ? കൊള്ളാം. കൊള്ളാം. നൈറ്റിയൊക്കെ ഇട്ടിട്ട് ഇതാര് പൊട്ടൊക്കെ ഇട്ട് എന്റെ അമ്മ അടിപൊളി കേട്ടോ. കർള നൈറ്റിയൊക്കെ ഇട്ടിട്ട് കർള് പൂജാമുറിയിൽ നിൽക്കുവാണ് കേട്ടോ. ദിസ് ഈസ് പൂജാമുറി. The place where no puja. No, not hijab. Puja means the ritual is like a different god. This is Saraswati, this is Ganesha, and this is Sabarimalai Ayyappan. Krishna. That is Krishnan. Yeah. And They all have a lot of arms. This one. ഇതായിരുന്നു. നിനക്ക് പറഞ്ഞൂടെ? എന്റെ അമ്മ അടിപൊളി കേട്ടോ. അടിപൊളിയല്ലേ? നിനക്കിപ്പോഴും നാണം മാറിയില്ല? അടിപൊളി കേട്ടോ. നല്ല രസമുണ്ട്. ഏതൊരു വീട്ടുകുടുംബത്തിലെ ഭാര്യയെ പോലെ ഉണ്ടല്ലേ? അതാണോ? യു ലുക്ക് ലൈക്ക് സം ഹൗസ് വൈഫ്, യുനോ, newly married wife, you know. Perfect. That was my dream all my life, you know. Yeah, your dream fulfilled. Now it was fulfilled and finally home. ഇവിടെ നമ്മൾ ഭക്ഷണത്തിന്റെ ടേബിളിലോട്ടാണ് കേട്ടോ വന്നിരിക്കുന്ന. ബ്രോ ഹായ് പറയൂ. ബ്രോന്റെ പേരെന്താ? ബ്രോന്റെ പേരോ? ഇത് ഇവന്റെ അശ്വിന്റെ ചങ്ക് ഫ്രണ്ട്സ് ആണ് കേട്ടോ ഇവിടത്തെ. അപ്പൊ നമ്മള് പൊറോട്ട, അപ്പം, ഇടിയപ്പം, പിന്നെ ഇറച്ചി പൊരിച്ചത്, ഇറച്ചി കറി വെച്ചത്, പിന്നെ കരോളയ്ക്ക് വേണ്ടി സ്പെഷ്യൽ ബട്ടർ ചിക്കനാ. എരിയിടാത്ത നോൺ സ്പൈസി ബട്ടർ ചിക്കൻ ഓൺലി ഫോർ യു. But why butter? സോറി, ബട്ടർ പനീർ ബട്ടർ. സോറി, പനീർ സോറി. ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നു. രാവിലെ എണീറ്റ് വീണ്ടും ഭക്ഷണത്തിന്റെ ടേബിളിൽ ഇരിക്കുകയാണ്. ചിക്കനും അപ്പവും ഇതൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. കടലക്കറി. കരോളയ്ക്ക് വേണ്ടി. കരോള മോർണിംഗ്. നമസ്കാരം. ഇവിടെ വേണ്ടേ പാൽപ്പൊടിയിൽ പഞ്ചസാര ഇട്ട് കുറുകി കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അതും കടലക്കറി മിക്സ് ഇട്ടിട്ടാണ് കരോള കഴിച്ചത്. ഒരു സ്പൈസി കഴിക്കൂലാണ്. സ്പൈസി അപ്പം തൊട്ടാ ഓടും കേട്ടോ. നാട് വിട്ടോടും. 2 ദോശയും കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കണം. ഹൗ വാസ് ദ ബ്രേക്ക്ഫാസ്റ്റ്? ഗുഡ്. അവളക്ക് ഉള്ള നൈറ്റ് കൊടുത്തു വിടുകയാണ് കേട്ടോ പാഴ്സല്. ആന്റി സുന്ദരിയായല്ലേ ഫോട്ടോ എടുക്കാൻ വേണ്ടി രാവിലെ തന്നെ ഡ്രസ്സൊക്കെ മാറ്റി വന്നിരിക്കുകയാണ്. മോർണിംഗ്. പുള്ളി അമ്പലത്തിലൊക്കെ പോയിട്ട് നമ്മളെ വിളിച്ചില്ല. രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിരിക്കുകയായിരുന്നു. ഞാനും മെനിയാന്ന് ഉറങ്ങിയില്ല. അതിന്റെ ഉറക്കോടെ ഇന്നലെയാണ് ഉറങ്ങിയത്. ഇപ്പോഴും കണ്ണില് ഉറക്കശീലം കിടക്കുക. രാവിലെ ഇനി കരോളേനെ കൂട്ടി. ഇത് നിങ്ങളുടെ കുടുംബ വീടാണല്ലേ ഇവിടെ എല്ലാം? ആ, ആന്റിയാണ് താരമായിട്ട് നിൽക്കുന്നത്. കണ്ടില്ലേ ആന്റി രാവിലെ? ആ, അയ്യോ, നമ്മളങ്ങനെ കേറി. ആന്റി ടാറ്റ. ആന്റിയെ ഫേമസ് ആക്കില്ലെന്ന് പറഞ്ഞ മലപ്പുറം ആന്റി എവിടാ? ഒപ്പോ വീഴല്ലേ? അതുകൊണ്ട് രാവിലെ പൊട്ടൊക്കെ ഇട്ടിട്ടോ. പക്ഷെ കുളിച്ചില്ല കേട്ടോ. കുളിക്കാതെയാണ് പൊട്ടിടിപ്പിച്ചത്. അപ്പോൾ നമ്മളിനി വേറൊരു സ്ഥലത്ത് കൂടെ പോയിട്ട് എനിക്ക് ഇന്നെങ്കിലും വീട്ടിൽ പോകണം. വീട്ടിൽ പോയിട്ട് ഉമ്മായും വാപ്പായും കാണാതെ എന്നെ ഇവിടെ പിടിച്ച് നിർത്തിയിരിക്കുകയായിരുന്നു കേട്ടോ അവർ ഇത്രയും നേരം. സ്നേഹം കൊണ്ടല്ലേ? ഓക്കെ, സ്നേഹം കൊണ്ടല്ലേ.
കേറിക്കോ. അടുത്ത ആന്റിയുടെ സഹോദരിയുടെ വീട്ടിലോട്ടാണ് വന്നത്. ഹലോ, നമസ്കാരം. ഹായ്. നമസ്കാരം. ഒരു ഹായ് ഒക്കെ പറയേ. ഞാൻ യൂട്യൂബിൽ ഇടുവാണ് കേട്ടോ. മാരേജ്? ആരുടെ മാരേജ്? 23 വയസ്സായേ ഉള്ളൂ. കാണുന്ന എല്ലാരും കല്യാണം കഴിഞ്ഞോണ്ടാണ് ചോദിക്കുന്നത്. വന്നപ്പോ ലഡുവും ഇതൊക്കെ തന്നു. കരോള ചായയുടെ സ്പെഷ്യലിസ്റ്റ് ആണ് കേട്ടോ. ചായ ഉണ്ടെങ്കിൽ കരോള എവിടെയും കാണും. താങ്ക്സ് ആന്റി. ഹായ് പറയ്. നമ്മുടെ സ്ഥിരം പ്രേക്ഷകരാണ് ഇവരൊക്കെ. നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീട്ടിൽ വന്ന ഒരു ദിവസം നോമ്പിന് വന്നിട്ടുണ്ടായിരുന്നു. നോമ്പ് മുറിക്കാനും ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോട്ടെ. ശരി ആന്റി, കാണാം. ടാറ്റാ. ഇനി 2 ദിവസത്തെ ഉറക്കം ചെയ്യണം. ഇതുവരെയായിട്ട് മാറിയില്ല എന്ന് തോന്നുന്നു. വെയിലൊക്കെ ആയി കേട്ടോ. നല്ല വെയിൽ. ഇനി വെയിലത്ത് 2 മണിക്കൂർ ഓട്ടിച്ച് വണ്ടി വേണം ഓട്ടിച്ച് വീട്ടിലോട്ട് പോകാനായിട്ട്. കരോള ഫിനിഷ് പെയിൻറ്റിങ്. കരോള പെയിൻറ്റിങ് ഒക്കെ അടിച്ചു. സൺസ്ക്രീം ഇട്ടു. പോവാണ് കേട്ടോ. ടാറ്റാ. കാണാം. നമുക്ക് അബുദാബിയിൽ കാണാം. താങ്ക്സ് ഫോർ എവറിത്തിങ്. കാണാൻ കേട്ടോ. എൻ്റെ വീട്ടിൽ വിളിച്ചിട്ട് വന്നില്ല കേട്ടോ. ഇനി ഞാൻ വരൂല കേട്ടോ ഇവിടെ. അതൊന്നല്ലേ, ഇനി ഞാൻ വരൂല. ഒരു പുള്ളിച്ചേട്ടൻ വന്നിട്ട് കരോളയുടെ ഷേക്ക് ഹാൻഡ് എടുത്തിട്ട് പറയില്ല നിങ്ങളുടെ കമ്പനിയിലെ പണിക്കാരനാണെന്ന്. ഹി വാസ് സേയിങ് ദാറ്റ് ഹീസ് ദ വർക്കർ ഇൻ യുവർ കമ്പനിയിലോ. നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഏത് സ്ഥലം, അരിവാളം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഇറങ്ങിയതാണ്. ഇത് നമ്മുടെ വാട്ടർ ഹൈവേ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഈ കാണുന്നത് നമ്മുടെ വാട്ടർ ഹൈവേ ആണെന്നാണ് തോന്നുന്നത്. എനിക്കറിയില്ല കേട്ടോ. നമ്മുടെ തിരുവനന്തപുരം മുതൽ നമ്മുടെ കാസർഗോഡ് വരെ ബന്ധിപ്പിക്കുന്ന സ്റ്റേഷനാണെന്ന് തോന്നുന്നു. പുതുതായിട്ട് കെട്ടിയാണെന്ന്. അതിൻ്റെ ഭാഗം തന്നെ എന്തോ കുറച്ച് ഭാഗത്തൊക്കെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ തൊട്ടപ്പുറത്ത് ബീച്ചാണ്. നമ്മൾ കരോളയും കൊണ്ട് ഒരു പള്ളിയിലും കൂടെ വന്നതാണ് കേട്ടോ. പള്ളിയിൽ ഇത് നമ്മുടെ കഴക്കൂട്ടം ആ ഒരു റേഞ്ച് നമ്മുടെ പുത്തമ്പള്ളിയോ എന്തോ ഒരു പള്ളിയാണ്. ഫാൻസ് ഉണ്ടായിരുന്നു. താങ്ക് യു. ഇവിടെ ആരുടെ ബാപ്തിസം നടന്ന പരിപാടിയിലാണ് നമ്മൾ പള്ളിയിൽ കയറി വന്നത് കേട്ടോ. ഹൗസ് ദ ചർച്ച്? എനി സിമിലാരിറ്റീസ് വിത്ത് ദ ജർമ്മൻ ചർച്ച്? Yeah, of course, like the structure, but I think the German church is much more Much more? like more nice. Yeah, old one. But we also have beautiful churches actually. ഇനി ഏതെങ്കിലും ബ്യൂട്ടിഫുൾ ചർച്ച് കൊണ്ട് കാണിക്കുന്നതാണോ? No, it's I know that. Hi. Thank you so much. ഡെയിലി വീഡിയോ നോക്കോ? ഡെയിലി നോക്കാം. ഡെയിലി എല്ലാ ദിവസം രാത്രിയാവുമ്പം. ഞാൻ അവിടെ ഒരു മാമ ഉണ്ട്. ഈ മാമ നമ്മളെ രണ്ടുപേരും ഡെയിലി നോക്കാം. പേരെന്താ? എന്റെ പേര് സേഫ്. എവിടെയാ സ്ഥലം? ആസാം. ആസാമിലെവിടെയാ? ആസാം ഗുവാഹട്ടി ഡിസ്ട്രിക്ട്. ഗുവാഹട്ടി. ഞാൻ കുറെ പ്രാവശ്യം വന്നിട്ടുണ്ട്. എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്. പക്ഷെ നിങ്ങളെ പോലെ ആവുന്നില്ല. പേര് പറ. പ്രൊമോഷൻ തരട്ടെ. സേഫ് ആൻഡ് 24 സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കരോള അറിയാമോ? അറിയാം. വീഡിയോ കണ്ടിട്ടുണ്ട്. ഓക്കെ. അടിപൊളി. മലയാളം പറയണല്ലോ. മലയാളം കുറച്ചറിയാം എനിക്ക്. അടിപൊളി. കേരളം എങ്ങനെയുണ്ട്? കേരള സൂപ്പർ. കേരളക്കാരോട് എന്താണ് പറയാനുള്ളത്? കേരളക്കാർക്ക് പറയാനോ മഹിൻ ഭായിന്റെ ചാനൽ എല്ലാ ആൾക്കാരും അതല്ല, വേറെ എന്തെങ്കിലും. ഓക്കെ, എന്തായാലും സന്തോഷം കേട്ടോ. നല്ല സന്തോഷം. ഭായി കണ്ടിട്ട് ഞാൻ അങ്ങോട്ട് പെട്ടെന്ന് വന്നു. എന്താടാ നിന്നെ കാണാൻ പറ്റുന്നില്ല. വിഷ്ണു ഒരു ഹായ് പറയാടാ. ഇതാണ് വിഷ്ണു. ഒന്ന് ക്ലിയറും ആവില്ല. വിഷ്ണു ഒന്നുകൂടെ പറ. ക്ലിയർ ആയില്ല. ഹലോ മഹി മച്ചാൻ. നിനക്ക് ഞാൻ ഇതുവരെ കേട്ടോ ഒന്നും കൊണ്ടുവന്നില്ലല്ലോ. എന്നാ ഇത് നിനക്ക് വേണ്ടി ഞാൻ സ്പെഷ്യലായിട്ട് വാങ്ങിച്ചതാ. നിക്കറും ഉടുപ്പും. ഇപ്പൊ ഇട്ട് കാണിച്ചു തരണം. വാടാ, ഇറങ്ങി വാ. നോക്കട്ട് മണിയറ. എന്റെ അമ്മ ട്രെൻഡ്. വിഷ്ണു ഫ്രീക്കായി. കൊള്ളാല്ലേ?
What are you doing? I'm cooking. You cooking why? Because it's all spicy food? Yeah. അതിന് കേട്ടോ കരോള അടുക്കളയിൽ കയറിയിരിക്കുവാണ്. കരോള അടുക്കളയിലേക്ക് സ്വാഗതം. I'm training to be a housewife, you know? Look at me, I'm cooking in my dress, you know, this is my future, so I'm just getting a kind You want to be Kerala housewife? Yes, this is my dream, you know? I just need to find the proper husband. Okay. But I don't seem to have luck, you know? Maybe you can like arrange Should I arrange someone? Yeah. Okay, I will arrange. നാളെ മുതൽ Cousin. ഞാൻ നാളെ മുതൽ കരോളയ്ക്ക് വേണ്ടി ആ ചെറുക്കനെ നോക്കുന്നതാണ്. കണ്ടില്ലേ, നല്ല പെൺകുട്ടിയാണ്. നല്ലതുപോലെ തക്കാളി അരിയും നല്ലതുപോലെ ആഹാരം വെക്കും. കണ്ടോ, കരോളയുടെ ഫുഡൊക്കെ കഴിച്ച് വയറിറങ്ങി. എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? നീ കഴിച്ചില്ല അല്ലേ അത്? നമ്മൾ എൻ്റെ ഏരിയയിൽ വന്നിട്ട് നമ്മൾ ഒരാളെ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടി മുട്ട എറിയാൻ വേണ്ടി പോവാണ് കേട്ടോ. അതായത് ബർത്ത്ഡേ വരുമ്പോൾ പണിയെടുക്കുന്ന സമ്പ്രദായം അതെനിക്ക്. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. മകോ എന്തിന് കയറാ തുടങ്ങാം. നമ്മളെ പിറത്തൂടെ ഓടൂല. വെള്ളം ഉണ്ടോ ആളിയാ? ആദ്യം ഒരു മുട്ട എല്ലായിടത്തും അതെ ഞാൻ എങ്ങനെയെങ്കിലും ആയിരിക്കില്ല. മുട്ട പൊട്ടല്ലടാ കയ്യവര് ഞാൻ കുറച്ച് മൈദ വാങ്ങുന്നതാടാ. എല്ലാം ദേഹത്ത് ഇങ്ങനെ ഫുള്ളായിട്ട് കളയല്ലേ. കണ്ണ് തുടങ്ങാത്തിരി കണ്ണ് നീരണ്ടാ. നീ കണ്ണ് തുടക്കാൻ നീ ഇത്തിരി മോത്ത് നോക്ക്. എവിടെ ഇങ്ങോട്ടൊക്കെയാണ് ഇങ്ങോട്ട്. അടാ അങ്ങനെ അടിക്കൂല, കണ്ണിലടിക്കൂല, മീശ വരച്ചാൽ അങ്ങനെ അടിക്കൂല. ഞാൻ ഒക്കളിയാ കണ്ണു നോക്കളിയാ ചന്തി അല്ലു അടിച്ചില്ല. അല്ലുവിന് പറഞ്ഞ തീരാറായടാ. കുലിക്കടാ അല്ലുവിന് പറഞ്ഞ അടി 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 അടി. നീ ഇവിടെ ഉള്ളു കുലിക്കടാ. ഞാനേ ഷർട്ട് പറഞ്ഞു തരാം. അടിച്ചോ ഒന്ന് കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ പണിയെടുക്കാൻ വേണ്ടി പണി കൊടുക്കാൻ വേണ്ടി ഇവിടെ തല്ലത്ത് അഫ്സല്, തല്ലത്തിന്റെ ആരണ മാമിയുടെ മോന്റെ പേരെന്താ, പിന്നെ ഫൈസല്. ഇതൊക്കെ എന്റെ ഇവിടുത്തെ സുഹൃത്തുക്കളാണ് കേട്ടോ, എന്റെ ഏരിയയിലുള്ള സുഹൃത്തുക്കളാണ്. പിന്നെ എന്റെ സ്വന്തം വിഷ്ണു. മുട്ട എത്തരണോടാ ഫൈസലേ? നീ ഖത്തറിന്ന് മുട്ട അറിയാനാടാ പോണോ? എനിക്കൊരു മുട്ടതാ. എനിക്കൊരു മുട്ട ആണോ? മുട്ട അഭിഷേകം നടത്താൻ വേണ്ടി പോണു. അടിച്ചിട്ടാ മാലിക് ബസാർ ആൻഡ് ബേക്കറി. വേറെന്തെങ്കിലും പറയണോ? പൈസ വരൂലേ? പൈസ പ്രൊമോഷന്റെ പൈസ തരി. അവിടെ എന്തിരിക നാരങ്ങ തിരിയൊക്കെ എന്തിനാടാ? അങ്ങനെ ഞാനും കയറുവാണ് ഇവന്മാരുടെ ഈ തെണ്ടിത്തരം പരിപാടിക്ക്. ചുമ്മാണ് കേട്ടോ, ഞാനിതൊക്കെയാണ് ചെയ്തിവിടെ ആളെന്ന കേട്ടോ.
കരോളയെ എന്തായാലും കൊണ്ടുവരാത്തത് നന്നായി. കാരണം ഈ റോഡ് കാണുമ്പോൾ തന്നെ കരോള എന്നെ ഓൾമോസ്റ്റ് പുച്ഛിക്കും കേട്ടോ. എല്ലാ ദിവസവും ഇങ്ങനെ പുച്ഛിക്കാണ് ഇവിടുത്തെ കാഴ്ചകൾ കണ്ട്. വല്ലവരുടെ വീട്ടിൽ രാത്രി വന്നിട്ട് അവനെ ഇറക്കിയിട്ട് മുട്ടടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ഇവന്മാര്. വിഷ്ണു നിനക്ക് അടിക്കും കിട്ടും കേട്ടോ. നീ ഒന്നാമത് ഈ ഏരിയ അല്ല കേട്ടോ. നീ പുറത്തുള്ളതാണെന്ന് പറഞ്ഞ് നിന്നെ അടിക്കും കേട്ടോ. ഞാൻ നിന്റെ ചക്കുവിന്റെ ബലത്തിലാണ് കളിക്കുന്നത്. കൊള്ളാം. ഫൈസലെ ആളില്ലേ? പണി കിട്ടിയാ? ലാസ്റ്റ് മുട്ടയൊക്കെ നമുക്ക് വേസ്റ്റ് ആവോ? കുഴപ്പമില്ല, എനിക്ക് വീട്ടിൽ പോയി ഓംപ്ലേറ്റ് അടിക്കാം. മുട്ട വാടാ വാടാ. അമേരിക്ക യൂറോപ്പിൽ നിന്ന് ഓടി എത്തിയതാ. വാ. ഫൈസലാണ് കാഴ്ച തുടങ്ങുന്നത്. വീട്ടിലൊന്ന് അഭ്യാസം ചെയ്യണതാ. ഇവിടെ എന്താ വണ്ടി മാറ്റി വേടാ. അതെന്തിരി 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 ഹായ് പറയാടാ. ഹാപ്പി ബർത്ത്ഡേ. പട്ടിയൊക്കെ വരയ്ക്കണം കേട്ടോ. ഇത് കണ്ട വേണ്ട വേണ്ട, ഞാൻ നല്ലവനാണ്. അത് പുതിയത് വേണ്ട വേണ്ട വിഷ്ണു, അത് വേണ്ടാടാ. വേണ്ട വിഷ്ണു, എടാ തള്ളത് വേണ്ടാടാ. പുതിയതാടാ. വിഷമം പറയില്ല. സത്യം ഇമാർക്ക് ആർക്കും പെണ്ണ് കൊടുക്കരുത്. ഇമാരുടെ സ്വഭാവം ഇതാണ് കേട്ടോ. കണ്ടില്ലേ? എല്ലാവരുടെയും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. നൈഫില്ലാതെ കേക്ക് വാങ്ങിച്ചോണ്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അവന്മാര്. ആ കേക്കുണ്ട്. നമ്മള് മുട്ടയറ് മാത്രമല്ല കേട്ടോ, കേക്കൊക്കെ കൊണ്ടുവന്ന പരിപാടിയൊക്കെ ഉണ്ട്. ഇവിടെ ഫൈസൽ ഇത് എന്തൊരു പരിപാടി നീ യൂട്യൂബില് ആളുകൾക്ക് പറഞ്ഞുകൂടാ. അറിയാം. ഇങ്ങോട്ട് പറ. ചക്കു പറ. ചക്കു അല്ലല്ലോ ഇവിടെ. ചക്കു പറ. നീ പറ എന്താണെന്ന് പറ. ഇവിടെ തിരി എത്തിക്കുവാണ്. ചന്തി കൊളുത്താനാണോ? ഇനി എന്ത് ചെയ്യണം? തീരാവാ ഇന്ന് ഇവിടുന്ന് പോവാൻ പറ്റൂല. ഇല്ലെങ്കിൽ അടുത്ത തിരി എത്തിക്കും. തീരില്ല എപ്പോഴൊന്നും. നീ ഊത് തീർന്നിട്ട് ഇനി നമുക്ക് ഇരിക്കാം. ഇനി ഇവിടെ ഞങ്ങൾ ഇരിക്കാം. ഊതി തീർന്നിട്ട് എന്താ നാരങ്ങ പിണ്ണി നാരങ്ങ കുടിക്കാൻ. അളിയാ ഇത് എന്റെ ശ്വാസം തീരത്തേ ഉള്ളൂ. അത് കുഴപ്പമില്ല. ഇവിടെ പാവത്തിന് നാരങ്ങ ഉദിപ്പിക്കൽ മാത്രല്ല, എന്തിന് ആഹാരം ഉണ്ടാക്കണം. കുടിപ്പിക്കാനാ പല്ലിയേക്കാൻ ക്ലോസ്. എന്നിട്ട് നീ ഇതെന്ത് ചെയ്യും? അവനെ കുടിപ്പിക്കോ? അവനെ കുളിപ്പിക്കുന്ന വൃത്തിയിട്ടാണടാ നീ. മട്ടാഞ്ചേട്ടി അതിൽ പിതുക്കിയിട്ട് പൈപ്പിൽ അടിച്ചിടാൻ അപ്പൊ പെട്ടെന്ന് മിക്സ് ആവില്ലേ? ഭാഷകൾ ചെടിക്ക് വെള്ളം നനച്ചു കൊടുക്കണം. കുളിപ്പിച്ചു കൊടുക്കുന്നതാ. അത് നനഞ്ഞാൽ കത്തൂല. എടാ എളുപ്പമായല്ലോ. മുട്ട ഇനി നീ അവൻ സ്വന്തമായിട്ട് കഴിവുണ്ടല്ലോ. നീ ഷാമ്പൂ ഒക്കെ ഇട്ട് ആ ഇനി നാരങ്ങ. അസല മോങ്ങാണി റിയാക്ഷൻ കാണുന്നുണ്ട്. തുപ്പിയ അടുത്ത നാരങ്ങ. കഴി ഫുള്ള്. നിനക്ക് ലൂസ് മോഷൻ വരണല്ലേ? ഡയറി വരണം. 17-ാം തീയതി നമ്മളെ മാങ്ങിന്റെ ബർത്ത്ഡേ ആണ്. കൊടുക്കും പണി അല്ലെങ്കിൽ നമ്മൾ അഡ്വാൻസ് അല്ലെങ്കിൽ പിന്നെ അന്നിനാ ഓടും. കഴിഞ്ഞ ഇവിടെ അവന്മാര് കൊണ്ടുവന്നത് സ്പൈഡർമാനാണ് കേട്ടോ. സ്പൈഡർമാന്റെ വലയൊക്കെ എടുത്ത് വെച്ചു. ഹാപ്പി ബർത്ത്ഡേ അഫ്സർ. ഹാപ്പി ബർത്ത്ഡേടാ. എന്നാ കയ്യേരാൻ വയ്യ.
ഹാപ്പി ബർത്ത്ഡേ 5 അപ്പൊ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചു ലാല് വന്ന് കിടന്നു. ഇന്നത്തെ വീഡിയോയിൽ കുറെ കാര്യങ്ങൾ കാണിച്ചിട്ടില്ലായിരുന്നു. എൻ്റെ വീട്ടിൽ പോയത്, വീട്ടിൽ ഉമ്മ വാപ്പ പിന്നെ കുടുംബത്തിന്റെ വീട്ടിലൊക്കെ പോയി കരോളയൊക്കെ കൊണ്ട് അതൊന്നും കാണിച്ചില്ല. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാണ്. അടുത്ത വീഡിയോ ആയിട്ടാണ് അടുത്ത ദിവസം എല്ലാവർക്കും ബൈ.